ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ എപ്പോഴും വരുന്നൊരു കമൻറ്റാണ്, ഒന്നല്ല കുറേ പേര് കമൻസിൽ ചോദിക്കുന്നതാണ്. അവർക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് റീനുടെ റിസൾട്ട് എന്താണെന്നുള്ളത്. +2 CBSE റിസൾട്ട് ഇപ്പം ഭയങ്കര ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ നമ്മൾ റീനുവിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോസാണ്. ഇതിന് മുമ്പ് ഇപ്പോഴാണിത് ഷെയർ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ ലൈവായിട്ടുള്ളതൊന്ന് കണ്ടു നോക്കിട്ടോ. ഇത് ബുർജ് ഖലീഫ. ഏത് ബുർജ് ഖലീഫ? ഏത് ബുർജ് ഖലീഫ? റൂയിക്ക് ബുർജ് ഖലീഫേനെ ഓർമ്മയുള്ളൂ. ദുബായിലല്ലേ നമ്മളിപ്പോ? നമ്മൾ ദുബായിലല്ല. റൂയിന്റെ കാറത്തെ സംസാരം എല്ലാവർക്കും മിസ്സാവുണ്ടല്ലോ. റൂയി അല്ല, റൂയി കാറിൽ സംസാരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാന്? നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിയാ, കേരളത്തിലെ ഏറ്റവും വലിയ ഹൈറ്റ് ഉള്ള ബ്രിഡ്ജ് ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് ഇക്ക. ആണോക്ക? അതേത് സ്ഥലം? വട്ടപ്പാറ. ഇതാണ് ദുബായ്. ഇവൾക്കിത് ഈ ട്രാക്ക് കണ്ടിട്ട് ദുബായ് എന്ന് പറയുന്നല്ലേ? ഉമ്മൽക്കോയിലാണ്, ദുബായാണ്. അതല്ല, കോളേജ് ഇത് ആ കുന്നിന്റെ മേലെ അതല്ലേ പണ്ടതുപോലെ കോളേജിൽ. എൻ്റെ ബ്രദറും ഈ ഇക്കും കൂടി പഠിച്ച കോളേജാണ്, ഒരുമിച്ച് പഠിച്ച കോളേജാണ് കുറ്റിപ്പുറം കോളേജ്. താജ്മഹലോ? അജ്മാൻ ഉമ്മൽക്കുനൊക്കെ തന്നെ ഓർമ്മയുള്ളൂ റൂഹിക്ക്. ഇത് ഇക്ക പഠിച്ച സമയത്ത് ഇതൊരു ഹോസ്റ്റലായിരുന്നു അത്ര, ഈ ഒരു വീട്. ഇതിപ്പം കാലിയായി കിടക്കണല്ലേ. നിങ്ങൾ പഠിച്ച കോളേജിൽ മോളെ പഠിപ്പിക്കണം, കിട്ടുമോ? ഈ പാലം ഒരു രസമല്ലേ കാണാന്? ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം പാലം. പക്ഷെ എന്നാലും അതൊരു രസമായിരുന്നു, ഒരു വൈബായിരുന്നു. അതല്ലേ കോളേജ് റീനു? അതാണ് കോളേജ്. ആ ഒരു പള്ളി കാണില്ലേ അതിൻ്റെ അടുത്തുള്ള? ദാറ്റ് ഈസ് വൺ. ഇവിടെ ഈ പുഴയിൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റും ഒരു കോളേജ് മേറ്റും സെക്കൻഡ് ഇയർ ആയിരുന്നു കുളിക്കാൻ പോയതാ ഇവിടെ. എന്താ പിന്നെ കോലം? ബുത്തർ ബട്ടർ. കുട്ടിയെ പഠിക്കൂ. ബക്കു എന്ത്? ബക്കു ബട്ടർ. റൂയിന്റെ കയ്യിലെന്താ? റൂയി എന്താ റൂയിന്റെ കയ്യില്? നോക്കട്ടെ റൂയിനെ, കുഞ്ഞു റൂഹിനെ നോക്കട്ടെ. കാട്ടെ, നോക്കട്ടെ. ഒള്ളൂ, ഇതാരാണിത്? വേണ്ട. ഒല്ലോ, നല്ല രസമല്ലേ കുട്ടിയിലെ? ഇത് റൂയിനല്ലേ പൊട്ടത്തി? ഞാൻ ഒരു കുട്ടീനെ, വേറെ കുട്ടീനെ നല്ല രസമുണ്ടെന്ന് പറയാൻ പാടില്ല. അതാണ് ഇപ്പോൾ റൂയിയുടെ പ്രശ്നം. ഇത് റൂയിനല്ലേ റൂയി, പിന്നെ എന്താ പ്രശ്നം? നല്ല രസമുണ്ട് അല്ലേ? നല്ല ക്യൂട്ട് കുട്ടിയായിരുന്നു ഇതില്. ഇപ്പൊ വൃത്തിയിട്ട കുട്ടിയായിക്കണ്. വേണ്ട. എന്ത് രസമുള്ള കുട്ടിയായിരുന്നു, ക്യൂട്ട് കുട്ടിയില്ലേ? പപ്പക്ക് നല്ല ഇഷ്ടമായിരുന്നു. നല്ലത് പിടിച്ചോ. നോ വേണ്ട. എന്ത് തിന്നാൻ സാധനം? എന്തെങ്കിലും തിന്നാൻ കിട്ടോ കുട്ടിക്ക്? പറിച്ചിട്ട് ശരിക്കും ഫുള്ളാണ് കഴിച്ചാണ് വാരി വലിച്ച് മുണുങ്ങിന്ന്. നോ, എന്നത് വേണ്ട. എന്നാ പപ്പാന്റെ ഇവിടെ എടുത്ത് വെച്ചോട്ടാ. വലിച്ചെറിയാ. വേണ്ട. ചീത്ത പറഞ്ഞോ? പറഞ്ഞോ? ചീത്ത പറഞ്ഞോ? ഞാൻ പറഞ്ഞു. പിന്നെ റീനുൻ്റെ റിസൾട്ട് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് വെച്ചാൽ, എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ അവൾ എക്സ്പെക്റ്റ് ചെയ്തതിലും മാർക്ക് അവൾക്ക് കുറവാണ്. റീവാലുവേഷൻ കൊടുക്കുന്നുണ്ട്. CBSE ഇഷ്യൂസ് നടക്കുന്നതുകൊണ്ട് ഒന്നും അങ്ങോട്ട് പറയാൻ വയ്യാത്തൊരവസ്ഥയാണ്.
അപ്പോൾ എന്താ പറയുക, എന്തായാലും അഡ്മിഷൻ എടുക്കുന്നുണ്ട് നമ്മളിവിടെ കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. അവൾക്ക് MBBS പോകാൻ താല്പര്യമില്ല, എഞ്ചിനീയറിങ്ങിനും പോകാൻ താല്പര്യമില്ല. ഞങ്ങൾ കാരണമാണ് അവൾ സയൻസിന് എടുത്തത്. അവൾക്ക് കൊമേഴ്സ് ആയിരുന്നു ഇഷ്ടം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നിർബന്ധിച്ചിട്ട് സയൻസ് എടുപ്പിച്ചാണ്. കുട്ടികളെ ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തിൽ നിർബന്ധിക്കരുത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു. അപ്പോൾ എന്തായാലും അഡ്മിഷന് വന്നതാണിവിടെ. പിന്നെ റീനുവിൻ്റെ ഇഷ്ടം പുറത്ത് പോയി പഠിക്കുന്നതാണ്. പക്ഷെ ഇപ്പം നമ്മൾ എന്താ പറയുക, ദൂരം പോയി പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വിളിപ്പിക്കാനും അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ പെട്ടെന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ട് എനിക്കും ഇക്കാക്കും ഇങ്ങനെ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുവാണെങ്കിൽ പോലും നമുക്കൊന്ന് പോയി നോക്കാൻ പറ്റുന്ന അടുത്താവുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത്. ഇവിടെ ആകുമ്പോൾ പിന്നെ ഇക്കയും എൻ്റെ ബ്രദറൊക്കെ പഠിച്ചിറങ്ങിയ കോളേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് തൊട്ടടുത്താണ്, ബസ്സിൽ പോയി വരികയാണെങ്കിലൊക്കെ പറ്റും. പക്ഷേ ഹോസ്റ്റലിൽ നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ, അഡ്മിഷൻ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. എന്തായാലും ക്യാമ്പസൊക്കെ നല്ല രസമുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇതിൻ്റെ അകത്തിട്ടോ, ക്യാമ്പസിൻ്റെ അകത്തൊക്കെ പുറത്തൂടെ പോയിട്ടുണ്ട്. ശരിക്കും ഈ 10th + 2 പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, എന്തിലോട്ട് തിരിയണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും അല്ലേ. റീനു അങ്ങനെ ഉണ്ടായിരുന്നു. 10th എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലാണ് അവൾ. സയൻസ് എടുക്കണം, കൊമേഴ്സ് എടുക്കണം, അങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ സയൻസ് എടുത്തു. പിന്നെ വീണ്ടും അവൾ കൊമേഴ്സിലോട്ട് മാറണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നു. പക്ഷെ നാട്ടിൽ +1 UAEയിലും +2 നാട്ടിലും അല്ലേ, അപ്പോൾ ഇനി മാറാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ ഇഷ്ടമില്ലാണ്ട് സയൻസ് പഠിച്ച ആളാണ്. അതിപ്പോൾ ഞാനിപ്പോൾ മാർക്ക് കുറഞ്ഞുകൊണ്ട് പറയല്ല കേട്ടോ, പൊതുവേ അങ്ങനെയാണ്, അവളുടെ കേസിൽ അങ്ങനെയാണ്. ഇതിപ്പം അഡ്മിഷൻ സെല്ലിൽ പോയി നമ്മൾ ഹൈദരലി സാറിനെ കണ്ടു, അഡ്മിഷന് കൊടുത്തിട്ടുണ്ട്. ശരിക്കും +2 കഴിഞ്ഞിട്ട് പിന്നെ എന്തിലോട്ട് പോകണം എന്നുള്ളത് ഭയങ്കര ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെയാണ്. ഞങ്ങളുടെ അല്ലെങ്കിൽ പോലും മക്കളുടെ ആയതുകൊണ്ട് നമുക്കൊരു അത് നന്നാവോ ഇത് നന്നാവോ അങ്ങനത്തെ ഒരു ടെൻഷനല്ലേ. അപ്പോൾ ഏതായാലും ഇക്കയുടെ കോളേജിലായതുകൊണ്ട് തന്നെ ഇക്ക പഠിച്ച കോളേജിലായതുകൊണ്ട് തന്നെ ഇക്കാക്കൊരു ഇഷ്ടമുണ്ട്, ശരിയാവും നല്ലതാവും എന്നുള്ളൊരു സമാധാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളും ഓക്കെ ഇൻഷാ അല്ലാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അഡ്മിഷൻ ഇവിടെ തന്നെ ആവാം എന്ന രീതിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇക്കാൻ്റെ ക്ലാസ് റൂംസൊക്കെ കാണിച്ചു തരും. എത്ര കുട്ടികളുണ്ടായിരുന്നുള്ളൂ? മറ്റേ ക്ലാസ്മേറ്റ്സ് പാട്ട് പാടണപ്പോൾ കാറ്റാടി തണലും പാടണം. ഇതെന്താ റിനോവേഷൻ നടക്കേണ്ടത് തോന്നുന്നു അല്ലേ? പോവാ. ഡ്രോയിങ് ഹാൾ. അവിടെ എന്താ പുറത്തേക്ക് റൂയി പോണ്ട. റോസുവിന് ഇവിടെ ചേർക്കണം അത്രേ. ഡോക്ടറാ? റോസുവിന് ഡോക്ടറാവണം അത്രേ. ഊയും ഡോക്ടർ, റോസ് ഡോക്ടർ. ഊയി ഡോക്ടറാണ്. ഓസ് ഡോക്ടർ. എയർപ്ലെയിനാ? അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ മൊത്തം റീനുവിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ നിങ്ങളിത് എങ്ങനെ എടുക്കുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്താ പറയുക, റിസൾട്ട് അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. എനിക്ക് പറയുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനും മിക്കയും അങ്ങനെ ഭയങ്കരമായിട്ട് ഒളിപ്പിച്ച് വെക്കുന്ന ആൾക്കാരൊന്നുമില്ല. പക്ഷേ നമ്മൾ മക്കളുടെ കാര്യം കൂടി നോക്കണം. നമ്മളെല്ലാം അങ്ങനെ ഓപ്പണായി പറയുമ്പോഴേ അവർക്കത് ഫീൽ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. പിന്നെന്താ, ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴേ കുറ്റിപ്പുറത്ത് കൂടെ അല്ല വന്നത്, പക്ഷെ തിരൂർ വഴി വരേണ്ടിയുണ്ടായിരുന്നു. നമ്മൾ തിരൂർ താഴെപ്പാലുള്ള പുഴയോരം മീൻ സദ്യ കിട്ടുന്ന സ്ഥലമില്ലേ, അവിടെ പോയിട്ട് ചോറ് കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മീനിൻ്റെ പേരെന്തോ ഒരു മീനിൻ്റെ പേര് പറഞ്ഞു, കേൾക്കാത്തൊരു പേരാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ആ മീൻ. ഒരു
ഇതിപ്പോൾ ചെമ്മീൻ്റെ ഒക്കെ ഒരു ഫ്ലേവറുള്ള വലിയ മീൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, മൊത്തത്തിൽ ഓവറോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇതിപ്പം റോസുവിൻ്റെ റൂഹിൻ്റെയും സ്കൂള് റീ ഓപ്പൺ ആവുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം കേട്ടോ. തൊട്ട് മുമ്പത്തല്ല, 2 ദിവസം മുമ്പായിരുന്നു. റൂയിനെ ഇന്ന് സ്കൂളിൽ ആക്കാൻ പോവാണ്. നിക്കണോ? നിക്കണ്ടല്ലോ. എന്നാ പോരട്ടാ. ആ സ്കൂളിൽ പോയി ഇങ്ങോട്ട് വരാം. യൂണിഫോം വാങ്ങിക്കുന്ന യൂണിഫോം. റോയ്ക്ക് യൂണിഫോം എടുക്കാനെന്ന് പറഞ്ഞപ്പം അകത്തേക്ക് കയറണേ ഇല്ല. നമ്മൾ കുറേ വിളിച്ച് പുറത്ത് നിൽക്കുള്ളൂ, വേണ്ട എനിക്ക് യൂണിഫോം വേണ്ട, സ്കൂളും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓടാൻ നിൽക്കുകയാണ്. ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നിസ്കരിക്കാൻ പോയി. അപ്പോൾ കുട്ടിയാണെങ്കിൽ വിളിച്ചിട്ട് അകത്ത് കയറില്ല. അപ്പോൾ ഞാൻ യൂണിഫോം എടുത്തിട്ട് പുറത്ത് വന്നിട്ട് ഇട്ട് നോക്കിപ്പിക്കുകയാണ്. അപ്പോഴും അവൾ പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഞാൻ സ്കൂളിൽ പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യം ആണെങ്കിൽ നമ്മൾ ഇക്കൻ്റെ അവിടേക്കും നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറിയതുകൊണ്ട് തന്നെ സ്കൂൾ ബസ്സിൽ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ കൂടി വരുന്നുണ്ട്. പക്ഷെ നേരത്തെ സ്കൂൾ ബസ്സിൽ കയറിയിരിക്കേണ്ടി വരും. പിന്നെ റോസിൻ്റെ എന്തോ ഒരു ബുക്കും കൂടി വാങ്ങിക്കാനുണ്ട്, അപ്പോൾ അതും കൂടി നോക്കുന്നു. അപ്പോൾ ഇതിപ്പം സ്കൂൾ റീ ഓപ്പൺ ആവുന്നതിന് മുമ്പുള്ള വിശേഷങ്ങളാട്ടോ ഞാനിപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. റീനുവിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇതിന് ഡിലേ ആയത് കേട്ടോ. റീനുടെ കാര്യം ഇതുകൊണ്ടാണ് പറയാനത്, നമുക്ക് സിറ്റുവേഷൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ. എന്തായാലും വീഡിയോ അധികം ഇഷ്ടമാവാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് ഇപ്പം വേറെ ഇങ്ങനെ കൊടുക്കാനാണ്, വീട്ടിലെ കാര്യങ്ങളൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോളൂ.